മെർക്കുറിക്കും വീനസിനും ഒഴികെ സൗരയൂഥത്തിലെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും അവയ്ക്ക് ചുറ്റും മൂൺസ് അഥവാ ഉപഗ്രഹങ്ങളുണ്ട്. ആകെ മൊത്തം 290 ഉപഗ്രഹങ്ങളെ നമ്മുടെ സൗരയൂഥത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേകദേശം പകുതിയും സാറ്റേണിന്റെ ഉപഗ്രഹങ്ങളാണ്. സാറ്റേണിന് മാത്രം 146 ഉപഗ്രഹങ്ങളുണ്ട്. ബാക്കി നല്ലൊരു ശതമാനവും ജൂപ്പിറ്ററിനാണ്. 95 ഉപഗ്രഹങ്ങളുള്ള ജൂപ്പിറ്ററിനായിരുന്നു പണ്ട് ഏറ്റവും കൂടുതൽ മൂൺസ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം സാറ്റേണിന്റെ മറഞ്ഞിരുന്ന 62 പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്താനിടയായി. അങ്ങനെയാണ് അതിന് 146 ഉപഗ്രഹങ്ങളായത്. ശേഷം യുറാനസിന് 27 ഉപഗ്രഹങ്ങൾ, നെപ്റ്റ്യൂണിന് 14, മാർസിന് 2, കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയ്ക്ക് പോലും 5 ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഭൂമിക്ക് മാത്രം കേവലം ഒരൊറ്റ ഉപഗ്രഹം മാത്രമേയുള്ളൂ. അതാണ് നമ്മുടെ ചന്ദ്രൻ അമ്മാവൻ. എന്നാൽ ചന്ദ്രന് പുറമെ ഭൂമിക്ക് വേറെയും ഉപഗ്രഹങ്ങൾ ഉണ്ടെന്നും അവയെ നമ്മൾ കണ്ടെത്തി എന്നുമൊക്കെയുള്ള നിരവധി അവകാശവാദങ്ങൾ ഓരോ കാലഘട്ടത്തിലും പലരും കൊണ്ടുവന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതേസമയം അവർ പറഞ്ഞതൊന്നും തീർത്തും തെറ്റുമായിരുന്നില്ല. കാരണം ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ചന്ദ്രനെ കൂടാതെ വേറെയും വസ്തുക്കൾ മറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ശരിക്കും ഭൂമിക്ക് ഒന്നിൽ കൂടുതൽ ഉപഗ്രഹങ്ങളുണ്ടോ? അങ്ങനെ വേറെയും ചന്ദ്രന്മാരുണ്ടോ എന്നും രണ്ടാമത്തെ ഉപഗ്രഹത്തിന് വേണ്ടി നടത്തിയ വേട്ടയുടെ കഥയും അതേ തുടർന്ന് കണ്ടെത്തിയ മറഞ്ഞിരുന്ന വസ്തുക്കൾ എന്താണെന്നും നമുക്ക് നോക്കാം. ഭൂമിക്ക് ഒന്നിൽ കൂടുതൽ ചന്ദ്രന്മാരുണ്ടെന്ന ആശയം പല നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. മികച്ച ടെക്നോളജികളൊന്നും ഇല്ലാത്തതിനാൽ വേറെയും ഉപഗ്രഹങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന കാര്യം പണ്ട് നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല. അത് തന്നെയാണ് ഒന്നിൽ കൂടുതൽ ചന്ദ്രന്മാരെന്ന ആശയത്തിനെ പണ്ട് പലരും വളരെ ഗൗരവമായിട്ട് പരിഗണിച്ചിരുന്നതിന്റെ കാരണവും. രണ്ടാമത്തെ ഉപഗ്രഹത്തിനെ കണ്ടെത്താൻ വേണ്ടി പണ്ട് ബഹിരാകാശ നിരീക്ഷകർക്കിടയിൽ വലിയ മത്സരമായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് പേര് രണ്ടാമത്തെ ചന്ദ്രനെ കണ്ടെത്തിയെന്ന അവകാശവാദങ്ങളുമായി വന്നത്. അതിലേറ്റവും പ്രശസ്തമായ ഒരാളാണ് ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഫ്രെഡറിക് പെറ്റേറ്റ്. 1846 അദ്ദേഹം രണ്ടാമത്തെ ചന്ദ്രനെ കണ്ടെത്തിയതായിട്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം അന്ന് വലിയ പ്രശസ്തി ആർജിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റൊരു ചന്ദ്രൻ തീർച്ചയായും ഇല്ല എന്ന് അധികം വൈകാതെ തന്നെ മനസ്സിലായി. കാരണം അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ചന്ദ്രൻ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വെറും 12 കിലോമീറ്റേഴ്സ് ദൂരത്തിലൂടെയാണ് ഭൂമിയെ വലം വെക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ അത് തീർത്തും അസാധ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തെന്നാൽ അത്രയും ദൂരത്തിൽ ഒരു വസ്തു വന്നാൽ ഉടൻ തന്നെ അത് ഭൂമിയിൽ വന്ന് പതിക്കും. അപ്പോൾ പിന്നെ ഫ്രെഡറിക് പറഞ്ഞതുപോലത്തെ ഒരു വസ്തുവിന് അത്രയും ദൂരത്തിലൂടെ ഭൂമിയെ വലം വയ്ക്കാനാകില്ല. ശേഷം 1898 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോർജ് വാൾട്ട്മാത്ത് രണ്ടാമത്തെ ചന്ദ്രനെ കൂടാതെ ഒരു കൂട്ടം ചന്ദ്രന്മാരെ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി വന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ ചന്ദ്രന് 700 കിലോമീറ്റേഴ്സ് വ്യാസമുണ്ട്. ഭൂമിയിൽ നിന്നും 10 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് അത് നിലനിൽക്കുന്നത്. അതിനേക്കാൾ കുറെ കൂടെ ചെറുതാണ് ബാക്കിയുള്ള ചന്ദ്രന്മാർ. അവയുടെ വലിപ്പവും ദൂരവുമെല്ലാം അയാൾ വളരെ സമഗ്രമായിട്ട് തന്നെ വിവരിച്ചിരുന്നു. പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ വിവരിച്ചെങ്കിലും അതെല്ലാം തെറ്റായിരുന്നുവെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. കാരണം അദ്ദേഹം പറഞ്ഞ ദൂരത്തിൽ അങ്ങനെ ഒരു വസ്തുവിനെയും ആർക്കും കണ്ടെത്താനായില്ല. പ്ലൂട്ടോയെ കണ്ടെത്തിയ ക്ലൈഡ് വില്യം ടൊംബാവ് എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനും ജോർജ് വാൾട്ട്മാത്ത് പറഞ്ഞ ഉപഗ്രഹങ്ങളെ കണ്ടെത്താൻ പല തവണ ശ്രമിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിനും അവയെ കണ്ടെത്താനായില്ല. അങ്ങനെയാണ് ജോർജ് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നുവെന്ന് മനസ്സിലായത്. ഇങ്ങനെ പണ്ട് ഒരുപാട് പേര് രണ്ടാമത്തെ ചന്ദ്രനെ കണ്ടെത്തിയെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അവകാശവാദങ്ങളുമായി വന്നവർക്കൊന്നും അവർ പറയുന്നത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് ആകെ ഒരു ചന്ദ്രൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് എല്ലാവരും കരുതി. എന്നാൽ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ചന്ദ്രന് പുറമെ ഭൂമിയെ വലം വയ്ക്കുന്ന മറ്റ് പല വസ്തുക്കളെയും കണ്ടെത്തി. അവയെല്ലാം മുൻപ് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിക്കുകയായിരുന്നു. അതോടെ രണ്ടാമത്തെ ചന്ദ്രൻ എന്ന ആശയം വീണ്ടും പ്രശസ്തി നേടാൻ തുടങ്ങി. 1991 അമേരിക്കൻ ആസ്ട്രോണമറായ ജെയിംസ് സ്കോട്ടി യുഎസിലെ കിച്ച് പീക്ക് നാഷണൽ ഒബ്സർവേറ്ററിയിലൂടെ ഭൂമിക്ക് സമീപത്തുള്ള ചെറിയൊരു വസ്തുവിനെ കണ്ടെത്തി. അതിനെ മുൻപ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അത് ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്നതുകൊണ്ടും അത് ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ വസ്തു ആയിരിക്കുമെന്നാണ് അവർ സംശയിച്ചത്. അത് ചിലപ്പോൾ അപ്പോളോ ദൗത്യത്തിന്റെ എന്തോ അവശേഷിപ്പായിരിക്കുമെന്നാണ് ആദ്യം അവർ കരുതിയത്. എന്നാൽ പിന്നീടുള്ള നിരീക്ഷണത്തിൽ അത് നാച്ചുറലായ എന്തോ ഒരു ബഹിരാകാശ വസ്തു തന്നെയാണെന്ന് മനസ്സിലായി. 1991 VG എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഇത് ഭൂമിയെ വലം വയ്ക്കുകയാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ ഇതാണ് മനുഷ്യർ പല നൂറ്റാണ്ടുകളായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ചന്ദ്രൻ എന്ന് ഗവേഷകർ കരുതി. പക്ഷെ ഇത് നമ്മുടെ ശരിക്കുമുള്ള ചന്ദ്രനേക്കാൾ ഒരുപാട് ചെറുതാണ്. വെറും 12 മീറ്റേഴ്സ് ആയിരുന്നു അതിന്റെ വ്യാസം.
പുതിയ ഉപഗ്രഹത്തിനെ കണ്ടെത്തിയതുകൊണ്ട് വീണ്ടും തുടർച്ചയായിട്ട് അവരതിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും വെറും ഒരു ടെമ്പററി മൂൺ മാത്രമായിരുന്നു. ഉൽക്കകൾ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബഹിരാകാശ വസ്തുക്കൾ ഗ്രഹങ്ങൾക്ക് സമീപത്തുകൂടെ പോകുന്ന സമയത്തിൽ ചിലപ്പോൾ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ വലയത്തിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുടുങ്ങുമ്പോൾ അവ കുറച്ചു കാലത്തേക്ക് ആ ഗ്രഹത്തിന് ചുറ്റും വലം വെക്കും. കുറച്ചു കാലങ്ങൾ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ ഏതാനും ചില വർഷങ്ങളോ ആയിരിക്കാം. ആ സമയത്തിൽ അവ ഗ്രഹത്തിന്റെ ഒരു ഉപഗ്രഹം പോലെ ആയിരിക്കും. അത്തരം വസ്തുക്കളെയാണ് ടെമ്പററി മൂൺസ് അഥവാ താൽക്കാലികമായ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ മിനി മൂൺസ് എന്നും പറയാറുണ്ട്. കുറച്ചു കാലം വലം വെച്ച ശേഷം ഒന്നുകിൽ അവ ഗ്രഹത്തിൽ വന്ന് പതിക്കും, അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റിയിൽ നിന്നും പുറത്തു കടക്കും. 1991 VJ ഭൂമിക്ക് ചുറ്റും ഏതാനും ചില മാസങ്ങളോളം കാലത്തേക്ക് മാത്രമാണ് വലം വെച്ചത്. ഇത്തരത്തിലുള്ള ഒരു മിനി മൂണെങ്കിലും എപ്പോഴും ഭൂമിക്ക് ഉണ്ടായിരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞരുടെ നിഗമനം. ഒരുപക്ഷെ ഇത്തരം ടെമ്പററി മൂൺസിനെ ആയിരിക്കും പണ്ട് ഫ്രെഡറിക്കും ജോർജുമൊക്കെ കണ്ടത്. അതുകൊണ്ടായിരിക്കും പിന്നീട് നിരീക്ഷിച്ച ആർക്കും തന്നെ അവയെ കണ്ടെത്താൻ കഴിയാത്തത്. ഇത്തരം വസ്തുക്കൾ വെറും താൽക്കാലികമായ ഉപഗ്രഹങ്ങൾ മാത്രമായതിനാൽ അവയെ നമുക്ക് ശരിക്കുമുള്ള ഉപഗ്രഹങ്ങളായിട്ട് പരിഗണിക്കാനാകില്ല. പക്ഷേ ടെമ്പററി മൂൺസിന് പുറമെ ഭൂമിയുടെ ഓർബിറ്റിൽ വേറെയും വസ്തുക്കളുണ്ട്. ഭൂമിയുടെ ഓർബിറ്റിലുള്ള മറ്റൊരു തരം വസ്തുക്കളാണ് എർത്ത് ട്രോജൻസ്. ഇവയെയും ഭൂമിയുടെ ഉപഗ്രഹങ്ങളായിട്ട് പണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവ ശരിക്കും ഭൂമിയെ ചുറ്റി വലം വയ്ക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സൂര്യനെയാണ് വലം വയ്ക്കുന്നത്. പക്ഷേ അവ ഭൂമിക്കൊപ്പം ഭൂമിയുടെ തൊട്ടടുത്തുകൂടെ ആയിരിക്കും അങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ലഗ്രാഞ്ചെ പോയിന്റ്സ് ആണ് അതിന്റെ കാരണം. അതായത് രണ്ട് ബഹിരാകാശ വസ്തുക്കൾക്കിടയിൽ അവയുടെ ഗുരുത്വാകർഷണ ബലം ഒരേ അളവിലായിരിക്കുന്ന അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഗ്രാവിറ്റി ക്യാൻസൽ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ് ലഗ്രാഞ്ചെ പോയിന്റ്സ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ലഗ്രാഞ്ചെ പോയിന്റുകളിൽ ആ രണ്ട് വസ്തുക്കളുടെയും ഗ്രാവിറ്റി ഒരേ ശക്തിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. അങ്ങനെ സൂര്യനും ഭൂമിക്കും ഇടയിൽ 5 ലഗ്രാഞ്ചെ പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളിൽ എന്തെങ്കിലും വസ്തു എത്തിപ്പെട്ടാൽ അത് പിന്നെ കുറെ കാലത്തേക്ക് അവിടെ തന്നെ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്ക് സാറ്റലൈറ്റുകൾ സ്ഥാപിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലങ്ങളാണ് ലഗ്രാഞ്ചെ പോയിന്റുകൾ. കാരണം ഈ പോയിന്റുകളിൽ സ്ഥാപിച്ചാൽ അധികം ഇന്ധന ചെലവില്ലാതെ തന്നെ സാറ്റലൈറ്റുകൾ അവിടെ സുസ്ഥിരമായി നിലനിൽക്കും. നമ്മുടെ ആദ്യത്തെ L1 സ്ഥാപിച്ചിരിക്കുന്നതും പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ലഗ്രാഞ്ചെ പോയിന്റ് 1-ലാണ്. പക്ഷേ 5 ലഗ്രാഞ്ചെ പോയിന്റുകൾ ഉണ്ടെങ്കിലും അതിൽ 2 എണ്ണം മാത്രമാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതാണ് ലഗ്രാഞ്ചെ പോയിന്റ് 4ഉം 5ഉം. ഈ പോയിന്റുകളിൽ ഉൽക്കകൾ പോലും കുടുങ്ങിപ്പോകും. അങ്ങനെ കുടുങ്ങുന്ന ഉൽക്കകളെയാണ് എർത്ത് ട്രോജൻസ് എന്ന് പറയുന്നത്. ഇത് ഭൂമിക്ക് മാത്രമല്ല, ഏകദേശം എല്ലാ ഗ്രഹങ്ങൾക്കും ഇതുപോലെ അവയ്ക്കും സൂര്യനും ഇടയിലുള്ള ലഗ്രാഞ്ചെ പോയിന്റുകളിൽ ട്രോജൻസ് ഉണ്ട്. മെർക്കുറിയുടെയും സാറ്റേണിന്റെയും ലഗ്രാഞ്ചെ പോയിന്റുകളിൽ മാത്രം ഇതുവരേക്കും ട്രോജൻസിനെ കണ്ടെത്തിയിട്ടില്ല. എന്തായാലും നിലവിൽ ഭൂമിയുടെ 2 ട്രോജൻസിനെ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടും ലഗ്രാഞ്ചെ പോയിന്റ് 4ലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ രണ്ടും വെറും 300 മീറ്റേഴ്സും 1.5 കിലോമീറ്റേഴ്സും മാത്രം വലിപ്പമുള്ള ചെറിയ വസ്തുക്കളാണ്. ട്രോജൻസ് ഭൂമിയെ വലം വയ്ക്കുന്ന വസ്തുക്കളല്ല. അതുകൊണ്ട് അവയെയും നമുക്ക് ഭൂമിയുടെ ഉപഗ്രഹങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഭൂമിയെ ചുറ്റി വരുന്ന മറ്റൊരു തരം വസ്തുക്കളാണ് ഗോസ്റ്റ് മൂൺസ്. ഇവ യഥാർത്ഥത്തിൽ വസ്തുക്കളാണെന്ന് പോലും പറയാൻ കഴിയില്ല. സൂര്യനും ഭൂമിക്കും ഇടയിൽ ലഗ്രാഞ്ചെ പോയിന്റ്സ് ഉള്ളതുപോലെ ഭൂമിക്കും ചന്ദ്രനും ഇടയിലും 5 ലഗ്രാഞ്ചെ പോയിന്റ്സ് ഉണ്ട്. L4ഉം L5ഉം തന്നെയാണ് അതിലേറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളവ. പക്ഷേ ഭൂമിയും ചന്ദ്രനും ചെറിയ വസ്തുക്കളായതിനാൽ നേരത്തെ പറഞ്ഞ ലഗ്രാഞ്ചെ പോയിന്റ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവ അത്രത്തോളം സ്റ്റേബിൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ പോയിന്റുകളിൽ വലിയ വസ്തുക്കളൊന്നും കുടുങ്ങുകയുമില്ല. അതിനു പകരം ഈ 2 പോയിന്റുകളിലും പൊടികൾ പോലത്തെ ഒരുപാട് ചെറിയ പദാർത്ഥങ്ങളുണ്ട്. ആ പദാർത്ഥങ്ങളെല്ലാം ചേർന്ന് ഒരു വലിയ മേഘപടലം പോലെയാണ് നിലനിൽക്കുന്നത്. ഈ പദാർത്ഥങ്ങളെയാണ് ശരിക്കും ഗോസ്റ്റ് മൂൺസ് എന്ന് പറയുന്നത്. കോർഡുലെസ്കി ക്ലൗഡ്സ് എന്നും ഡസ്റ്റ് ക്ലൗഡ്സ് എന്നും ഇതിനെ പറയാറുണ്ട്. ഈ 2 പൊടിമേഘങ്ങൾക്കും 1,00,000 കിലോമീറ്ററിൽ കൂടുതൽ വ്യാസമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിലെ ഓരോ പദാർത്ഥങ്ങൾക്കും ശരാശരി ഏകദേശം മണൽ തരിയുടെ അത്ര വലിപ്പം മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് ഇവയെ വസ്തുക്കളായിട്ട് പോലും പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഈ പദാർത്ഥങ്ങളെ ഭൂമിയിൽ നിന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. 1992 ഹൈറ്റൺ എന്ന ജാപ്പനീസ് പേടകം ഈ ലഗ്രാഞ്ചെ പോയിന്റുകളിലൂടെ പോയിട്ട് പോലും ഗോസ്റ്റ് മൂൺസിനെ കണ്ടെത്താനായില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ടെക്നോളജികൾ ഇത്രയേറെ അഡ്വാൻസ്ഡ് ആയിട്ടും ഈ അടുത്ത കാലത്ത്, അതായത് 2018 ഇതിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. അത്രയേറെ ബുദ്ധിമുട്ടാണ് ഇവയെ കണ്ടുപിടിക്കാൻ.
ഈ പൊടിമേഘങ്ങൾ ഭൂമിക്ക് ചുറ്റുമാണ് വലമിക്കുന്നതെങ്കിൽ പോലും ഇവ മണൽ തരിയുടെ അത്രമാത്രം വലിപ്പമുള്ള ചെറിയ പൊടി പദാർത്ഥങ്ങളായതിനാൽ ഇവയെയും നമുക്ക് ഭൂമിയുടെ ഉപഗ്രഹങ്ങളായിട്ട് പരിഗണിക്കാനാകില്ല. അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ പൊടികളെയും ചേർത്ത് ഭൂമിക്ക് പല കോടിക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഭൂമിയുടെ ഉപഗ്രഹങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന വസ്തുക്കളാണ് ക്വാസി സാറ്റലൈറ്റ്സ്. ഇവയുടെ ബഹിരാകാശത്തിലൂടെയുള്ള ചലനം കാണുമ്പോൾ അത് ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ക്വാസി സാറ്റലൈറ്റ്സ് എന്നത് ഭൂമിക്ക് സമീപത്ത് കൂടെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന വസ്തുക്കളാണ്. പക്ഷെ അത് തന്നെയല്ലേ ട്രോജൻസും? അല്ല. കാരണം ട്രോജൻസ് ഏകദേശം കൃത്യമായ ഒരു സ്ഥാനത്തിൽ, അതായത് ലഗ്രാഞ്ചെ പോയിന്റുകളിൽ തന്നെ സ്ഥിരതയോടെ നിലനിൽക്കുന്നവയാണ്. എന്നാൽ ക്വാസി സാറ്റലൈറ്റുകൾ ലഗ്രാഞ്ചെ പോയിന്റ്സിലല്ല നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, അവയ്ക്ക് കൃത്യമായ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. അവയുടെ ഓർബിറ്റും തീരെ അൺസ്റ്റേബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ അവയുടെ ഭ്രമണപഥം എപ്പോൾ വേണമെങ്കിലും മാറാം. മറ്റൊരു പ്രധാന വ്യത്യാസം, ട്രോജൻസ് ഭൂമിയുടെയും സൂര്യന്റെയും ഗ്രാവിറ്റിക്ക് കീഴിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ ക്വാസി സാറ്റലൈറ്റ്സ് സൂര്യന്റെ മാത്രം ഗ്രാവിറ്റിയുടെ കീഴിലാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി അവയെ ചെറിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അവ ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ കീഴിലായിരിക്കില്ല. ക്വാസി സാറ്റലൈറ്റ്സിന്റെ ചുറ്റുമുള്ള ഭ്രമണപഥം ഭൂമിയുടെ ഓർബിറ്റിനേക്കാൾ കൂടുതൽ എലിപ്റ്റിക്കലായിരിക്കും. അതുപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റും വലം വയ്ക്കാൻ എടുക്കുന്ന അതേ സമയം കൊണ്ടായിരിക്കും ഇവയും സൂര്യനെ വലം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവ ഭൂമിയെ വലം വയ്ക്കുന്നതായിട്ട് തോന്നുന്നത്. ഈ ആനിമേഷൻ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നതിനിടയിൽ ഭൂമിക്ക് സമീപമെത്തുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ സ്വാധീനം കാരണവും ചില വസ്തുക്കൾ ക്വാസി സാറ്റലൈറ്റുകളായി മാറാറുണ്ട്. നിലവിൽ ഭൂമിയുടെ 7 ക്വാസി സാറ്റലൈറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ അവ ഭൂമിയെ വലം വയ്ക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ഇവയും ശരിക്കും ഭൂമിയെ വലം വയ്ക്കുന്ന വസ്തുക്കളല്ല. അതുകൊണ്ട് തന്നെ ഇവയെയും ഭൂമിയുടെ ഉപഗ്രഹങ്ങളായിട്ട് പരിഗണിക്കാനാകില്ല. ചുരുക്കി പറഞ്ഞാൽ, പല നൂറ്റാണ്ടുകളായിട്ട് ഭൂമിയുടെ മറ്റൊരു ഉപഗ്രഹത്തിനു വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ശരിക്കും ഭൂമിക്ക് നമ്മുടെ ചന്ദ്രൻ മാത്രമേയുള്ളൂ. പക്ഷെ നമുക്കത് തന്നെ ധാരാളമാണ്. ഒരുപക്ഷെ ഭൂമിക്ക് കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭൂമിയിലെ ജീവനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുമായിരുന്നു. കാരണം കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ലോകത്തിലെ കാലാവസ്ഥകളെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നേനെ. കാലാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് ആവാസ വ്യവസ്ഥകളും മാറും. ആവാസ വ്യവസ്ഥകൾ മാറിയാൽ അതിനനുസരിച്ച് പരിണാമം മറ്റൊരു ദിശയിലേക്ക് പോകും. അങ്ങനെ പോയിരുന്നെങ്കിൽ ആ ദിശയിൽ ഒരുപക്ഷെ മനുഷ്യരുണ്ടാവുക പോലും ചെയ്യുമായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ഈ ഒരൊറ്റ ചന്ദ്രൻ തന്നെ ധാരാളമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.